ആഴ്ചയിലൊരിക്കൽ കുടുംബാംഗങ്ങളെല്ലാവരും അത്താഴത്തിന് ഒരുമിച്ച് കൂടുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ പതിവാണ്. അപ്പോൾ പൂർവികരുടെ ചരിത്രത്തെക്കുറിച്ചും സമുദായത്തിന്റെ ഭൂതകാല യശസ്സിനെ കുറിച്ചും ഞങ്ങൾ സംസാരിക്കും. ആ സമയത്ത് രസകരമായ കഥകളും പങ്കുവയ്ക്കാറുണ്ട്. പതിവ് പോലെ ഈ ആഴ്ചയിൽ ഞാൻ ഉപ്പുപ്പായെ സന്ദർശിച്ചു. അന്ന് അവിടെ കണ്ട മനോഹരമായ ഒരു കാഴ്ച എന്നെ ആകർഷിച്ചു. ഞാൻ പെട്ടെന്ന് എന്നെ ഉപ്പുപ്പായുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഉപ്പുപ്പാനോട് ചോദിച്ചു, ഉപ്പുപ്പ വീട്ടിലേക്ക് ഒരുപാട് ഒട്ടകങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പല നിറങ്ങളിലുള്ള അവയെ കാണാൻ നല്ല ഭംഗിയാണ്. എന്തുകൊണ്ടാണ് അവയ്ക്ക് പല നിറങ്ങൾ? മോനെ, നീ ഒട്ടകങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അറബിയിൽ അൽബുദിൻ എന്നും ഒട്ടകങ്ങൾക്ക് പേരുണ്ട്. അള്ളാഹു ഖുറാനിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾക്ക് വേണ്ടി ബലിയൊട്ടകങ്ങളെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കതിൽ ഗുണമുണ്ട്. അവയെ ഒരുമിച്ച് നിർത്തി അള്ളാഹുവിന്റെ പ്രാർത്ഥന ചൊല്ലി ബലിയർപ്പിക്കുക. അങ്ങനെ അവ നിലത്ത് വീണ് കഴിയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും യാചിക്കുന്നവർക്കും അല്ലാത്തവർക്കും നിങ്ങൾ ഭക്ഷണം കൊടുക്കുകയും ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ ഉള്ളിലെ നന്മ വളരാനാണ് അവയെ ഞാൻ അങ്ങനെ സൃഷ്ടിച്ചത്. അള്ളാഹുവിന് സ്തുതി. ബലിയർപ്പിക്കാനായി ഒട്ടകങ്ങളെ വളർത്തി പരിപോഷിപ്പിക്കുന്നത് അള്ളാഹുവിനെ ആദരിക്കലാണ്. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ അള്ളാഹു ആദരിക്കപ്പെടുമ്പോൾ അവന്റെ ആചാരങ്ങളും ബഹുമാനിക്കപ്പെടുന്നു. ബലിയർപ്പിക്കുന്നതിന് ദൈവത്തിന്റെ പക്കൽ വലിയ പ്രതിഫലമുണ്ട്. അതൊരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ആഴത്തിലുള്ള സ്വാധീനമുണ്ടാക്കുന്നുമുണ്ട്. ഒരു പ്രവാചക വചനത്തിൽ പറയുന്നുണ്ട്: ഒരിക്കൽ ഒരാൾ ഒരു മേൽത്തരം ഒട്ടകവുമായി പ്രവാചകന്റെ അരികിലെത്തി. ഈ ഒട്ടകത്തെ ഞാൻ അള്ളാഹുവിന്റെ നാമത്തിൽ ദാനം ചെയ്യുന്നുവെന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു: താങ്കൾക്കതിന് പകരമായി 700 മേൽത്തരം ഒട്ടകങ്ങളുടെ പ്രതിഫലം ലഭിക്കും. നമുക്കറിയാമല്ലോ, പലപ്പോഴും നമുക്കിടയിൽ ഒരു വസ്തുവിന്റെ മൂല്യവും പ്രാധാന്യവും അളക്കുന്നത് ഒട്ടകങ്ങളുമായി താരതമ്യം ചെയ്തിട്ടാണെന്ന്. ഒട്ടകത്തെ പരാമർശിച്ചുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ആ ഒട്ടകങ്ങളെ നോക്കുന്നില്ലേ? എങ്ങനെയാണ് ഞാൻ അതിനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. ഉഖ്ബ ഇബ്ൻ ആമിർ അൽ ജുഹാനി വിവരണം ചെയ്യപ്പെട്ട ഒരു വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ഒരിക്കൽ ഞങ്ങൾ പള്ളിയിലെ സദസ്സിലിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. പ്രവാചകൻ ചോദിച്ചു: നിങ്ങളിൽ ആർക്കാണ് ഒരു പാപം പോലും ചെയ്യാതെ, കുടുംബ ബന്ധങ്ങളിൽ കോട്ടം തട്ടാതെ, ബുഹാനിലോ അലഗ് പ്രദേശത്തോ പോയി തവിട്ട് നിറമുള്ള വലിയ ലക്ഷണമൊത്ത 2 ഒട്ടകങ്ങളെ എനിക്ക് കൊണ്ടുതരാൻ പറ്റുന്നതെന്ന്? അവർ പറഞ്ഞു: ഞങ്ങൾക്കെല്ലാവർക്കും അതിനാഗ്രഹമുണ്ടെന്ന്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു: എങ്കിൽ നിങ്ങളിൽ ഒരാൾ എന്നും രാവിലെ പള്ളിയിലേക്ക് പോവുകയും അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് 2 വചനങ്ങൾ പഠിക്കുകയും ചെയ്യുക. അതാണ് 2 ഒട്ടകങ്ങളെക്കാൾ ശ്രേഷ്ഠമായത്. ഇനി 3 വചനങ്ങളാണെങ്കിൽ അത് 3 ഒട്ടകങ്ങളുടെ ഫലം ചെയ്യും. അതുപോലെ പഠിക്കുന്ന വചനങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അത്രയും എണ്ണം ഒട്ടകങ്ങളെക്കാൾ ശ്രേഷ്ഠമായിരിക്കും. ഉപ്പുപ്പ, എന്താണ് ലക്ഷണമൊത്ത ഒട്ടകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ വലിപ്പമുള്ള പൂഞ്ഞുള്ള ഒട്ടകം. കണ്ടാൽ ഒരു പർവ്വതം പോലെ ഇരിക്കും. ഒട്ടകങ്ങളുടെ ഏറ്റവും മനോഹരമായ വിശേഷണമാണത്. അറബികളുടെ വിലപിടിപ്പുള്ള സ്വത്തുക്കളുടെ കൂട്ടത്തിൽ വലിയ പൂഞ്ഞുള്ള ഒട്ടകവും ഉൾപ്പെടും. ഉപ്പുപ്പ കൊണ്ടുവന്നിട്ടുള്ള ഒട്ടകങ്ങൾ വളരെ ഭംഗിയുള്ളവയാണ്. പല നിറങ്ങളിലുള്ള ഒട്ടകങ്ങൾ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമായി. അതെ മോനെ, വ്യത്യസ്ത നിറങ്ങളിലുള്ള ഒട്ടകങ്ങളുണ്ട്. ചിലത് കറുത്ത നിറത്തിലുള്ളവയാണ്. അതിനെ മിജാഹീം എന്നും അല്ലാത്ത ഒട്ടകങ്ങളെ മഗാതീർ എന്നും പറയും. അത് പല നിറങ്ങളിലുണ്ടാവും. ഞാനിപ്പോൾ അവയെ കൊണ്ടുവന്നിരിക്കുന്നത് അവയെ പരിപാലിക്കാനും വളർത്തി വലുതാക്കി ബലിയർപ്പിക്കാനുമാണ്. എങ്ങനെയാണ് ഉപ്പുപ്പ ബലിയർപ്പിക്കുന്നത്? ഓരോ ഇനത്തിനനുസരിച്ച് ബലിമൃഗങ്ങൾക്ക് വ്യത്യസ്ത പ്രായപരിധിയുണ്ട്. ചെമ്മരിയാടാണെങ്കിൽ 6 അതിലധികമോ മാസം പ്രായമായിരിക്കണം. ആടാണെങ്കിൽ 1 വർഷമോ അതിലധികമോ പ്രായം വേണം. മാടാണെങ്കിലോ 2 അതിലധികമോ വർഷം പ്രായമുണ്ടായിരിക്കണം. ഒട്ടകമാകട്ടെ 5 അതിലധികമോ വർഷം പ്രായമായിരിക്കണമെന്നാണ് നിയമം. ഉപ്പുപ്പ, എങ്ങനെയാണ് ഒട്ടകത്തിന്റെ പ്രായം മനസ്സിലാക്കുക? ഒട്ടകം ജനിച്ചയുടനെ അതിനെ ഹുവാർ എന്ന് വിളിക്കുന്നു. മുലകുടി കഴിഞ്ഞ് തള്ളയിൽ നിന്ന് വേർപെടുത്തപ്പെട്ട് കഴിഞ്ഞ് 1 വയസ്സായാൽ അതിന്റെ പേര് മഫ്രൂദ് എന്നാകും. 2 വർഷം പ്രായമായാൽ ഹിഗ് എന്നും, 3 വർഷത്തിന് ശേഷം ലഗി എന്നും, 4 വർഷം കഴിഞ്ഞാൽ ജദാ എന്നും വിളിക്കും. എന്നാൽ 5 വർഷം പ്രായമായാൽ സിന്നി എന്നാണ് പേര്. ഉപ്പുപ്പ, എന്താണ് സിന്നി എന്ന് പറഞ്ഞാൽ? മുൻനിരയിലെ 2 പല്ലുകൾ കൊഴിഞ്ഞുപോയി പുതിയ 2 പല്ലുകൾ വന്ന ഒട്ടകത്തിനാണ് സിന്നി എന്ന് പറയുന്നത്. ഉപ്പുപ്പ, ബലിപെരുന്നാളിന് നിങ്ങളോടൊപ്പം വരാൻ എനിക്കും ആഗ്രഹമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഒട്ടകത്തെ അറുക്കുന്നതെന്ന് എനിക്കും കാണണം. മോനെ, പ്രവാചക മാതൃക പ്രകാരം ഒട്ടകങ്ങളുടെ കാര്യത്തിൽ അതിനെ നിർത്തിക്കൊണ്ടുവേണം നെഹർ ചെയ്യാൻ. ഈ ബലി അനുവദനീയവുമാണ്. ഉപ്പുപ്പ, നെഹർ എന്ന് വെച്ചാൽ എന്താണ്? മൂർച്ചയുള്ള കുന്തം കൊണ്ട് ഒട്ടകത്തിന്റെ കഴുത്തറക്കുന്ന രീതിയാണത്. ബലിസമയത്ത് ഒട്ടകത്തെ അറുക്കുമ്പോൾ ഒട്ടകത്തെ 3 കാലിൽ നിർത്തിയാണ് ബലി നടത്തുന്നത്. ഒട്ടകത്തിന്റെ മുമ്പിലെ കാലുകളിൽ ഇടതുകാൽ മടക്കിക്കെട്ടി 3 കാലിൽ നിർത്തിയാണ് അറക്കുക.
അങ്ങനെയാണ് പ്രവാചക രീതി. അത് മാടുകളുടെയും ആണെങ്കിൽ കഴുത്തിന്റെ മുകളിലെ 4 രക്തക്കുഴലുകൾ അറക്കുന്നതാണ് രീതി. ഉപ്പുപ്പ ബലി പെരുന്നാളിന് ഞാനും ഉപ്പുപ്പയുടെ കൂടെ വരും. വന്നോളൂ മോനെ, നിനക്ക് സ്വാഗതം. ഇൻഷാ അല്ലാഹ്. ബലിപ്പെരുന്നാളിന് നീ എന്റെ കൂടെ വരണം. നമ്മൾ ഒരുമിച്ച് പെരുന്നാൾ നമസ്കാരവും ചെയ്യും. അതിനുശേഷമാണ് ബലിയറവിന്റെ സമയം തുടങ്ങുന്നത്. ആ സമയം നീ എന്റെ കൂടെ വരൂ. എന്നിട്ട് ഒട്ടകങ്ങളെക്കുറിച്ചും ബലിയറവിനെക്കുറിച്ചും പഠിച്ചതൊക്കെ നിന്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്ക്. വളരെ നന്ദി ഉപ്പുപ്പ. ഞാൻ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഉപ്പുപ്പയുടെ മുമ്പിൽ വച്ച് തന്നെ കൂട്ടുകാർക്ക് ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ.